ഹലോ ഹായ് ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നബിദിനാശംസകൾ, ഓണാശംസകൾ ഒക്കെ ഉണ്ട്. അപ്പം ഇന്ന് ഞാൻ ഈ കാണിക്കുന്ന വീഡിയോ ഇന്നലത്തെയാണ് കേട്ടോ. അപ്പം ഇന്നലെ നബിദിനായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പം ഇന്നാണ് ഇടുന്നത്. അപ്പോൾ നമ്മളെ തിരുവോണമാണല്ലോ. അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ. അപ്പം ഞാൻ നമ്മളെ മലപ്പുറം വീട്ടിലാണ്, സ്വന്തം വീട്ടിലേക്ക് വന്നിക്കുകയാണ്. നോമ്പ് എന്നാണ് പറയുന്നത്. എന്താ ഓണ ലീവും നബിദിന ലീവും ഒക്കെ കിട്ടിയപ്പോൾ 2 ദിവസം നിൽക്കാമെന്ന് വിചാരിച്ച് വന്നതാട്ടോ. അപ്പോൾ ഇവിടെ പിന്നെ വന്ന് നോക്കുമ്പോൾ നല്ല മഴയാണ്. മഴ ആയതുകൊണ്ട് റാലി ഒന്നും ഇല്ല കേട്ടോ. റാലി ഉണ്ട് എന്ന് വിചാരിച്ച് അത് ഗ്രൂപ്പിൽ പോലും അറിയിക്കാൻ കുറച്ച് വൈകി. കാരണം മഴ എന്താവും എന്ന് അറിയാൻ വേണ്ടിയാണ്ട് ഇങ്ങനെ കുറച്ച് നേരം നിന്ന്. അപ്പോൾ രാത്രിയാണ് ഞങ്ങൾ പായസമൊക്കെ വെച്ചിട്ടുണ്ടായിന് കേട്ടോ. പായസം മീനാണ് കേട്ടോ. അതിൻ്റെ അടിയിൽ കൂടെ കൊടുന്ന് കാണിച്ചു തരാം. പിന്നെ അങ്ങനെ രാത്രി ഒരു 3:30 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ അപ്പം ഇന്നലെ ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായില്ല. ഇന്നലെ എന്ന് പറയുമ്പോൾ ഇന്നലെ പകലത്തെ വീഡിയോ ആണ് കേട്ടോ ഇടുന്നത്. അതായത് മിഞ്ഞാന്ന് രാത്രി കടന്നുറങ്ങിയിട്ടില്ല എന്നുമാണ് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായിക്കുമെന്ന് വിചാരിക്കണേ. അപ്പം അങ്ങനെ ഞങ്ങൾ പായസം വെക്കുകയാണ് കേട്ടോ. ഇവിടെ എല്ലാവരും നമ്മുടെ അയൽവാസികളും അപ്പുറത്തിപ്പുറത്തില്ലോലെ എല്ലാവരും സഹകരിച്ച് ഒരു വീട്ടിലേക്ക് അതിനാവശ്യമില്ല സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് തന്ന് അവിടെ വെച്ചിങ്ങാണ്ട് അങ്ങോട്ട് ഉണ്ടാക്കുകയാണ് പായസം. അപ്പോൾ ആ വീട് ആരാണെന്ന് ചോദിച്ചാൽ നമ്മളെ വീട് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ വീട്ടിലേക്ക് എല്ലാവരും കൊടുന്നു തരും ഈ പായസം വെക്കാനുള്ള സാധനങ്ങൾ. ഇതിക്ക് തേങ്ങാപ്പാലൊക്കെ ഒരുപാട് വേണം. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള പായസമാണ്. നമ്മൾ അരിപ്പായസമാണ് കേട്ടോ. അരിയും പിന്നെ പരിപ്പും ചേർത്തിട്ടുള്ള പായസം ഉണ്ടല്ലോ, നമ്മൾ ഓണത്തിനൊക്കെ വെക്കുന്ന പായസം. ആ പായസമാണ് വെക്കൽ. എല്ലാ വർഷവും വെക്കലുണ്ട്. ഇവിടെ വെച്ചിട്ടിപ്പോൾ 6-7 വർഷത്തോളം അയക്കുന്നാച്ച് തോന്നുന്നു ഇങ്ങനെ നമ്മൾ പായസം കൊടുക്കൽ തുടങ്ങിയിട്ട്. അതിൻ്റെ മുമ്പൊക്കെ നമ്മൾ മുട്ടായികളും അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പം നമ്മൾ സ്ഥിരമായി ഇത് വെക്കൽ തുടങ്ങിയിട്ട് ഒരു 6-7 വർഷത്തോളം അയക്കും. അപ്പം അങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് തരും. ശർക്കര, ഇതിലേക്കുള്ള പരിപ്പ്, അരി അങ്ങനെ കടയിൽ നിന്ന് വാങ്ങണമൊക്കെ അങ്ങനെ വാങ്ങിക്കൊണ്ടുവന്ന് തരും. പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരുപാട് പാല് വേണം, തേങ്ങാപ്പാൽ. അപ്പോൾ ഇവിടെയൊക്കെ തേങ്ങാപ്പാലിന് വലിയ ഇതൊന്നുമില്ല. എല്ലാവർക്കും തെങ്ങൊക്കെ എല്ലോലായതുകൊണ്ട് തേങ്ങ ഇഷ്ടം പോലെ കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ എന്താ തേങ്ങ കൊണ്ടുവന്ന് തരും. അപ്പം നമുക്ക് എല്ലാവരും തേങ്ങ കൊണ്ടുവന്ന് തരുമ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മളെ കൊണ്ട് കഴിയൂലല്ലോ. എല്ലാവരും തേങ്ങയാക്കി കൊണ്ടുവന്നാൽ അതെല്ലാം കൂടി നമ്മൾ ഇതാക്കാൻ നമ്മളെ കൊണ്ട് കഴിയൂല. അപ്പോൾ എല്ലാവരോടും തേങ്ങ ചിരകി കൊണ്ടുവരാനാണ് പറയുന്നത്. പിഴിഞ്ഞ് കൊണ്ടുവരണ്ട. ഇത് വെക്കണ ആൾ നമ്മളെ ഞാൻ എത്തിയാട്ടോ. നമുക്ക് അതൊന്നും ഇഷ്ടമല്ല ഇങ്ങനെ പിഴിഞ്ഞ് കൊണ്ടുവന്ന് തരുന്നതൊന്നും. പിന്നെ ഇത് വെക്കാനും തന്നെ നമ്മൾ അപ്പുറത്തുള്ളോലൊക്കെ നമ്മൾ വേണമെങ്കിൽ വന്ന് സഹായിച്ചും. അതും ഒക്കെ ഇഷ്ടമല്ല. തേങ്ങ ചിരകി കൊണ്ടുവന്ന് തന്ന് നിങ്ങളെല്ലാവരും പോയി കടന്നുറങ്ങിക്കോളി, ഞാൻ തന്നെ വെച്ചോളാന്നാ പറയാട്ടോ. അപ്പോൾ വെപ്പും അതിന് വേണ്ട ഒരു സാധനം നമ്മൾ ആരും കൊണ്ടുവന്ന് നമ്മൾ എത്തിച്ചു കൊടുത്താൽ മാത്രം മതി. ഉറക്കളച്ച് അതിനിലെ ബുദ്ധിമുട്ടൊക്കെ സ്വന്തം ചീച്ചും. അപ്പം പിന്നെ നമ്മൾ നേരെ വീട്ടുകാരാകുമ്പോൾ ഓരോന്നൊക്കെ ഹെൽപ്പ് ചെയ്യാന്നുള്ളൂ കേട്ടോ. അവർക്ക് ഇഷ്ടമല്ല അങ്ങനത്തെ പരിപാടികളൊന്നും. അപ്പം അങ്ങനെ ഒരു 8 കിലോ ശർക്കരയാണ് കേട്ടോ. അത് ഉരുക്കിയ ശർക്കരപ്പാനിയാണത്. അപ്പം ഞാൻ ആദ്യം ഇട്ട് കൊടുത്തത് അരിയാണ്. പിന്നെ അതിൻ്റെ പരിപ്പ് നമ്മൾ നല്ലോണം കഴുകി നന്നാക്കിയിട്ട് ആ പരിപ്പിനെ കുറച്ച് അങ്ങനെ പരിപ്പും അരിയും വെന്തിട്ട് പിന്നെ അതിലേക്ക് നമുക്ക് ശർക്കരപ്പാനി ഉണ്ടാക്കിയതൊന്ന് അരിച്ചൊഴിക്കുകയാണ്. അപ്പോൾ അത് അരിച്ചൊഴിക്കണം. നട്ടപ്പാതിരി ഇട്ടപ്പോഴൊക്കെ 3 മണി 2:30 3 മണി, ഇപ്പോൾ 2 മണി ആയി. നമുക്കിത് ഇതിൽ ഒഴിച്ചിട്ട് ഇതിനെ വേവിച്ച് നന്നാക്കി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നല്ലോണം വേവിച്ചൊക്കെ എടുക്കണം. എന്നിട്ട് വേണം തേങ്ങാപ്പാൽ ഒഴിച്ചാൻ. അപ്പം തീയൊക്കെ കുറച്ചിട്ടിക്കാണ്. എന്താണെന്ന് ചോദിച്ചാൽ വെള്ളം കുറച്ച് കുറവുണ്ടോ എന്ന് തോന്നി. പിന്നെ വെള്ളം ഒഴിച്ചാൽ ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് ഉണ്ടാക്കിയിട്ട് വേണം. നല്ല തണുപ്പ്, നല്ല മഴ, അപ്പോൾ ഒരു മടി മാതിരി. അപ്പം അതിൽ തീ അങ്ങോട്ട് കുറച്ചിട്ട് പതുക്കെ അങ്ങോട്ട് വേവിച്ചെടുത്തിക്കാണ് കേട്ടോ. അപ്പം അങ്ങനെ അതെല്ലാം റെഡിയായി. ഇനി നമുക്കിതിലേക്ക്
തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. തേങ്ങാപ്പാൽ കുറച്ച് കുറവുണ്ടോ തോന്നിയപ്പോൾ നമ്മൾ കുറച്ച് പശുവിൻ്റെ പാലും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ കൂടുതൽ ഉണ്ടാക്കുമ്പം പിന്നെ പാല് കുറവായ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ മൊത്തത്തിൽ ഇതൊരു 85 ലിറ്ററെങ്കിലും കാണും കേട്ടോ. ഇത് ഒരു 100 ലിറ്ററിൻ്റെ ഒരു ചെമ്പാണ്. അതിൽ 3/4 ഭാഗം ആയി. ഇനി നമുക്കിതിലേക്ക് പാലും കൂടി ഒഴിക്കുമ്പോഴത്തേക്കും 85 ലിറ്റർ എങ്ങാനും കാണും, എന്തായാലും കാണും. അപ്പം അത്ര വലിയൊരു ചെമ്പാണ് കേട്ടോ. ഈ ചെമ്പിനൊരു ചെമ്പ് പായസമാണ് നമ്മൾ എല്ലാ വർഷവും ഉണ്ടാക്കാറ്. അപ്പം അങ്ങനെ നമ്മളെ പായസം ഇതാ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ളതൊക്കെ ചേർക്കുക. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക, ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക, ലൈക്ക് അടിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമല്ലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഞങ്ങൾ ഈ പായസമൊക്കെ വെച്ച് റെഡിയായി. പക്ഷേ എങ്കിൽ 7 മണി 7:45 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ അവിടുന്ന് മദ്രസയിൽ നിന്ന് ഇവിടെ എത്താറുണ്ട് പിന്നെ റാലി. അപ്പോൾ ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കും പിന്നെ ഗ്രൂപ്പിൽ വന്നു മഴ ആയതുകൊണ്ട് പിന്നെ ഇന്ന് റാലി ഇല്ലയെന്ന്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒഴിച്ചു കൊടുക്കുന്ന തേങ്ങാപ്പാലാട്ടോ, നല്ല ശുദ്ധമായ തേങ്ങാപ്പാൽ ഒഴിച്ചങ്ങാണ്ട് നല്ല അടിപൊളി പായസം. അങ്ങനെ ആ സമയത്താണ് ഗ്രൂപ്പിൽ വരുന്നത് ഇന്ന് നമുക്ക് റാലി അങ്ങോട്ട് മാറ്റി വെക്കാമെന്ന്. ഈ പായസം ഒരു ചെമ്പ് റെഡിയായ സമയത്ത് അങ്ങനെ വന്നപ്പോൾ വിഷമൊന്നുമില്ല. എന്താ വെച്ചാൽ റാലി അവിടെ ഒരുങ്ങി നിൽക്കുന്നുണ്ടെന്ന് നമുക്ക് വിവരം കിട്ടിയിരുന്നു. മഴ കാരണം വരുമോ വരൂലേ എന്നുള്ളൊരു ശങ്ക എല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു, പെട്ടെന്ന് ഇവിടെ ഉള്ള ചെറുക്കന്മാരെ വിളിച്ച് ഒരിതാന്ന് പറഞ്ഞപ്പോൾ 10 മിനിറ്റ് കൊണ്ട് ഈ പായസത്തിനെ 2 കലങ്ങളിലാക്കി നമ്മളെ മദ്രസക്ക് അങ്ങോട്ട് എത്തിച്ചു കൊടുത്തു. അപ്പോൾ ഇതിൽ വന്ന് കഴിക്കണ ആ സംഗതി ഇന്ന് മദ്രസയിൽ വെച്ചാണ് കുടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളെ പായസം ഒന്നും വേസ്റ്റ് ആയിട്ടില്ല. നമ്മൾ ഉണ്ടാക്കിയതൊക്കെ റെഡിയായി എല്ലാവർക്കും കൊടുത്തു, അൽഹംദുലില്ലാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മൾ ഇതേപോലത്തെ വീഡിയോ ആയിട്ട് വീണ്ടും വരും. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബായ്, അസ്സലാമു അലൈക്കും.